എല്ലാവർക്കും സ്വാഗതം. ഓണക്കാലമായതിനാൽ ഒരു ഓണവിഭവം തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നേന്ത്രക്കായ കൊണ്ടുള്ള വറുത്തുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നേന്ത്രക്കായ കൊണ്ടുള്ള വറുത്തുപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇന്ന് എടുത്തിട്ടുള്ളത് 1 കിലോ നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ 2 അറ്റഭാഗങ്ങളും ഒന്ന് മുറിച്ചെടുക്കുക. അതിന് ശേഷം ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്കായിട്ടൊന്ന് കത്തി കൊണ്ടൊന്ന് കീറിയെടുത്തതിന് ശേഷം നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ തൊലി കളയുമ്പോൾ നമ്മുടെ കയ്യിൽ കറയാവുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്താൽ മതി. അതിന് ശേഷം തൊലി കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടും കറ പിടിക്കില്ല. അപ്പോൾ ഇത് കത്തി കൊണ്ടൊന്ന് കീറിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കൈ കൊണ്ട് അടർത്തിയാലും ഇത് അടർന്ന് കിട്ടും തൊലി. പിന്നെ നമ്മൾ ഇതിനുള്ള നേന്ത്രക്കായ എടുക്കുമ്പോൾ നന്നായി വിളഞ്ഞ നേന്ത്രക്കായ വേണം എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഏകദേശം എല്ലാറ്റിൻ്റെയും തൊലി ഞാൻ അടർത്തിയെടുത്തിട്ടുണ്ട്. ഈ നേന്ത്രക്കായയുടെ തൊലി നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എല്ലാത്തിൻ്റെയും തൊലി നന്നായി കളഞ്ഞതിന് ശേഷം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലൊന്ന് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കറ കളയുന്നതിന് വേണ്ടിയിട്ട് ഈ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നേന്ത്രക്കായ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പം അത് മുഴുവനായിട്ട് മുങ്ങിയിരിക്കണം വെള്ളത്തിൽ, എന്നാലേ അതിൻ്റെ ഫുള്ളായിട്ട് അതിൻ്റെ കറ നമുക്ക് പോയി കിട്ടുള്ളൂ. ഇത് ഏകദേശം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഈ വെള്ളത്തിൽ ഇതിനിട്ട് വെക്കണം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനത് വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒരു തുണി കൊണ്ട് തുടച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അതിന് ശേഷം ഇതിങ്ങനെ 4ആയിട്ട് കീറിയെടുക്കണം. ഇങ്ങനെ 4ആയിട്ട് കീറിയതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ചിപ്സിനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. നല്ല നൈസായിട്ട് പോകരുത്, അപ്പോൾ അത് ശരിയായിട്ട് വരില്ല. അപ്പം കുറച്ച് തിക്കായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് ഏകദേശം ഇത്ര തിക്കായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് ഏകദേശം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് അഥവാ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് വറുക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും കൂടെ 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വറക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു പാന് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായി വെളിച്ചെണ്ണ മൊരിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ നേന്ത്രക്കായ നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നേന്ത്രക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളത് മീഡിയം ഫ്ലെയിമിലിടണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്ത് വറുത്തെടുക്കണം. എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ആയി വരുമ്പോൾ തന്നെ ഇത് വെളിച്ചെണ്ണയുടെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരും. ഈ നമ്മുടെ നേന്ത്രക്കായൊക്കെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരും. ആ സമയത്ത് നമ്മൾ 1 സ്പൂണ് ഈ ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് വെള്ളം അതിൽ ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പും മഞ്ഞൾ പൊടിയും ചേർക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. അതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾ പൊടി വേണ്ടെങ്കിൽ ചേർക്കണ്ട, പക്ഷേ നല്ല കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾ പൊടി ഇല്ലാതെ നമുക്കിത് വറുത്തെടുക്കാം. മഞ്ഞൾ പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളറുണ്ടാവും നമ്മുടെ ഈ വറുത്തുപ്പേരിക്ക്. അപ്പോൾ നമ്മുടെ ഉപ്പുവെള്ളം തളിച്ചതിന് ശേഷം ഒന്നുകൂടെ അത് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളത് നമ്മുടെ ഈ കയ്യിലുകൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു കിലുകിലി ശബ്ദം വരും. ആ സമയത്ത് ഇത് കോരി മാറ്റുക. അപ്പോൾ ഞാനിതൊരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അതിലുള്ള ഓയിലൊക്കെ അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറിലേക്ക് സ്പ്രെഡ് ആയിക്കോളൂ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ നേന്ത്രക്കായ ചിപ്സ് നല്ല ഡ്രൈ ആയിട്ടിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു സെറ്റ് ഇങ്ങനെ വറുത്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്കിയെല്ലാം ഇങ്ങനെ ഇതേപോലെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ചിപ്സ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഈ വെള്ളത്തിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ബാക്കിയെല്ലാം ഇതേപോലെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, എന്നാലേ നല്ല ക്രിസ്പിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഇത് ശരിയായി വരും. വളരെ എളുപ്പമാണ്. ഇത് രണ്ടാമത്തെ സെറ്റും ഇത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കോരി മാറ്റിയതിന് ശേഷം ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെച്ചതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം നമ്മുടെ ഇതിൽ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഇത് ഡബ്ബയിലാക്കിയിട്ട് എടുത്തു വയ്ക്കാം. ബാക്കി എല്ലാം ഇപ്പോൾ ഞാനിങ്ങനെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 സെറ്റായിട്ടാണ് ഇപ്പോൾ ഞാനിത് വറുത്ത് കോരി എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴേ ഇതിന് അതിൻ്റേതായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ നേന്ത്രക്കായ ഉപ്പേരി അല്ലെങ്കിൽ വറുത്തുപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.